എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 20 6/11/2025 വ്യാഴാഴ്ച. വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ്. വ്യാഴഗ്രഹത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ്. വ്യാഴഗ്രഹമാണ് ഹോൾ പ്രൊവൈഡർ, എല്ലാം നമുക്ക് തരുന്ന ഒരു ശക്തി. ആ കോസ്മിക് എനർജിയാണ്, വലിയൊരു എനർജിയാണത്. അപ്പം നമ്മൾ വ്യാഴം പ്രതിനിധീകരിക്കുന്നത് വിഷ്ണുവിനെയാണ്, വിശ്വനാഥനെയാണ്, വിശ്വത്തെയാണ്. അപ്പം വ്യാഴത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് ഓം ഗും ഗുരുഭ്യോ നമ, അതും ചെറിയൊരു മന്ത്രമാണ്. അതുകൂടാതെ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. ഗുരുവിനെ നമിക്കുക നമുക്ക് ആ മന്ത്രം കൊണ്ട്. അതുപോലെ നമ്മൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആചാരപ്രകാരം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. പ്രത്യേകിച്ച് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, സ്വന്തമായി വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക്, വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വളരെ അധ്വാനവും വളരെ കായികമായ ക്ഷീണവും ഒക്കെ കായികമായ അധ്വാനം കൊണ്ടുള്ള ക്ഷീണവുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെയധികം തടസ്സങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി കാണുന്നു. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ അനുകൂലമായ ദിവസമാണ്. ഏതെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അല്ലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്വന്തമായി ഗൃഹനിർമ്മാണത്തിന് ആരംഭിക്കുന്നവർക്കൊക്കെ ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. ഗൃഹനിർമ്മാണ പദ്ധതിയിൽ ഏർപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമാണ്. വ്യോമമാർഗത്തിലുള്ള എയർപോർട്ടിലോ അല്ലെങ്കിൽ വിമാനത്തിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഏറ്റവും പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കരുതലോടുകൂടി മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അധ്യാപകർക്കും നല്ല ഒരു ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവെ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. അതേപോലെ കേസ്, വഴക്ക് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉദരരോഗം ഉള്ളവർക്ക് വളരെയധികം പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് പ്രഷർ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ശാരീരികമായ അലച്ചിൽ കൂടുന്നതുകൊണ്ടും മാനസികമായ സംഘർഷങ്ങൾ കൊണ്ടുമാണ് ഇത് സംഭവിക്കുക. എല്ലാത്തിനും വൈകുന്നേരത്തോടു കൂടി ശമനം ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ചില തിക്താനുഭവങ്ങൾക്ക് ശാന്തി കിട്ടുന്ന ദിവസമാണ്. എന്നാലും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവുകയും വിവാഹം നടക്കാൻ വിവാഹം ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. വേർപിരിയാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക്, അവർക്ക് ഒരു റീയൂണിയൻ ആവശ്യപ്പെടുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയുന്നൊരു ദിവസമായിരിക്കും. റീതിങ്കിങ്ങിനുള്ള ദിവസമാണ്. പുനർവിചിന്തനത്തിലൂടെ ഒരുമിക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ അവരവർക്ക് അനുകൂലമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പര്യവസാനിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ മദ്യപാനശീലം അല്ലെങ്കിൽ അനാവശ്യ സ്വഭാവങ്ങൾ, കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെയധികം പ്രത്യാഘാതങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ശീലങ്ങളുള്ളവർ തീർച്ചയായും അതെല്ലാം ക്രമേണ വൈദ്യസഹായത്തോടു കൂടി നിർത്തേണ്ടത് ആവശ്യമാണ്. ഭാവിയിൽ വളരെയധികം
ദുരിതങ്ങൾ അതുമൂലം അനുഭവിക്കേണ്ടതായി വരും. ഇന്നത്തെ ദിവസം ചില വഴക്കോ കേസോ ഒക്കെ അതിനെ സംബന്ധിച്ച് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഭാവിയെ വല്ലാതെ ഉലയ്ക്കുന്ന ഒന്നാണ്. വൈകുന്നേരങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പോകുന്നതായി കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. വസ്തു സംബന്ധമായ തർക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചില ക്ലേശങ്ങൾ, മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാം. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പുണർദ നക്ഷത്രക്കാർക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് പുണർദ നക്ഷത്രക്കാരാണ് ഈ വക വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം മാനസിക ക്ലേശം അനുഭവിക്കാൻ സാധ്യതയുള്ളത്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മത്സരമേറിയ ഒരു പരീക്ഷണ ഘട്ടമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു കാര്യമായിരിക്കും, അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. സാമൂഹ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, സംരക്ഷണത്തിന് ആയിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇന്ന് വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ ഇന്നത്തെ മറ്റ് ചില നക്ഷത്രങ്ങൾക്ക് ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുണർദംകാർക്ക് കുറച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഇന്ന് ഉണ്ടാവുക. വിവാഹാദി കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകും. കമിതാക്കൾക്ക് വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനെല്ലാം സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായ ദിവസമായിരിക്കില്ല. വാഹനങ്ങൾക്ക് റിപ്പയർ വരികയോ വാഹനങ്ങളിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നേരിടേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. ചെറിയ വീഴ്ച, ഒടിവ്, ചതവ് ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ട് ഭാവിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നിർണായകമായ ഒരു തീരുമാനവും ഇന്ന് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. ജലസംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക്, ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ജലം എന്ന് പറഞ്ഞാൽ ലിക്വിഡായിട്ട്, അതായത് ജ്യൂസ്, കോഫി, അതുമെല്ലാം ഇതിൽപ്പെടുന്നു. ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ നഷ്ടമുണ്ടാകുന്നതും മനക്ലേശം ഉണ്ടാകുന്നതൊക്കെയായ ദിവസമായിരിക്കും. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് സഹായം ലഭിക്കുന്ന ദിവസമായിരിക്കും. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ പ്രത്യേകമായ ചില കരാറുകളിൽ ഒപ്പിട്ട് കാര്യങ്ങൾ നീക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. ചില കരാറുകൾ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നു. അതേപോലെ സാമ്പത്തിക മേഖലയിൽ സ്വകാര്യ ബാങ്കുകൾ, പണമിടപാടുകൾ ഒക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ഇന്ന് കടം കൊടുക്കാനോ വാങ്ങാനോ നിക്ഷേപിക്കാനോ ഒന്നും വളരെ അനുകൂലമായൊരു ദിവസമല്ല. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നതെങ്കിലും വൈകുന്നേരത്തോടു കൂടി ചില മാനസിക സംഘർഷങ്ങൾക്ക് ഇടയുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്ത് വലിയ വഴക്കിലേക്ക് എത്താനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. അതേപോലെ മാനസികമായി വലിയ ഒരു സംഘർഷത്തിലെത്തുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടാകുന്ന, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചില വിപത്തുകൾ ഓർത്ത് മനപ്രയാസപ്പെടാം. ചില ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങളോ വന്നുവിടാനായിട്ട് സാധ്യതയുണ്ട്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് വിഷമിക്കുന്ന പ്രകൃതക്കാർക്ക്
ഇന്ന് ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം മാനസിക അസ്വസ്ഥത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്ത്രീകളുമായിട്ട് ഉള്ള ചില എല്ലാ വിഭാഗക്കാർക്കും, പുരുഷനും സ്ത്രീക്കും ഒരുപോലെ, സ്ത്രീകളുമായിട്ടുള്ള ചില ഇടപാടുകളിൽ വളരെയധികം മാനക്കേടുകളോ അല്ലെങ്കിൽ ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്താവുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ദിവസമായിരിക്കും. വളരെയധികം നാളുകളായി വിവാഹത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വിവാഹ നിശ്ചയം നടത്താനുള്ള സമയമാണ് ഇന്ന്. അതേപോലെ തന്നെ സ്വന്തക്കാർക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ, അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കുന്നതറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ആഹ്ലാദം പങ്കുവയ്ക്കാനുമൊക്കെ സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. കേസ്, വഴക്ക് ഇതിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഇന്ന് അനുകൂലമായ ചില വിധി ഉണ്ടാകുന്നതാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ചില കൈപ്പിഴവുകൾ, തെറ്റ് ഒക്കെ വന്നിട്ട് ചില വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ കൈവിടാതെയും ഈശ്വര പ്രാർത്ഥന കൈവിടാതെയും മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും അനുകൂലമായ ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രൊമോഷൻ ലഭിക്കുവാനോ പുതിയ ജോലി ലഭിക്കുവാനോ ഉള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. സന്തോഷകരമായ ദിവസമായിരിക്കും. ഭാവിയിലേക്ക് വേണ്ടുന്നതായ പല കാര്യങ്ങളും കെട്ടിപ്പടുക്കുവാൻ, അല്ലെങ്കിൽ ഗ്രഹം വാങ്ങാൻ, ഗ്രഹം പുനരുദ്ധരിക്കാൻ ഒക്കെ ഉള്ള സാഹചര്യം വന്നു ചേരുന്ന, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. യൂണിഫോം ഇട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ദോഷാധിക്യമാണ് കാണുന്നത്. ശാരീരികമായ ചില ക്ലേശങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കേസ്, വഴക്കുകളൊക്കെ ക്ഷണിക്കാതെ തന്നെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം അതിന് മാറ്റിവയ്ക്കുക. ഇന്നത്തെ ദിവസം യാതൊരു തരത്തിലുള്ള തർക്കങ്ങൾക്കോ അതിർ തർക്കങ്ങൾക്കോ ഒന്നും ഇടപെടാതിരിക്കുക. ദീർഘനാൾ നീണ്ടുപോകുന്ന കേസിൽ ചെന്ന് അത് അവസാനിക്കാനായിട്ട് സാധ്യത കാണുന്നു. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഔഷധ സേവ വളരെ കൃത്യമായി നടത്തുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സാ രീതിയിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാതാപിതാക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും അതുമൂലം മനക്ലേശം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ദൂരെ യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് വലിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. വളരെ പ്രയാസപ്പെടുന്ന ഒരു ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധിക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ജോലി ലഭിക്കുവാനും അതേപോലെ പ്രൊമോഷൻ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഭാവിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കരുതി വയ്ക്കുവാനും
ഉള്ള കരുതി വയ്ക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്കും ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് ഏറ്റവും നല്ല ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്കോ പേരക്കുട്ടികൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ സഹോദരങ്ങളുടെ പുത്രന്മാർക്കോ ഒക്കെ നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കുന്നുണ്ട്. ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായോ അല്ലെങ്കിൽ വൈവാഹിക സംബന്ധമായോ ഒക്കെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കണ്ട് മനസ്സ് സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയാണ്. വളരെ ശ്രദ്ധയോടുകൂടി പോവുക. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. പെട്ടെന്ന് ചില പണമിടപാടുകളിൽപ്പെട്ട് മനപ്രയാസമുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പണം ബുദ്ധിപരമായി ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഉള്ള ജോലി നഷ്ടപ്പെടാൻ സാധ്യത പൂരാട നക്ഷത്രക്കാർക്ക് കാണുന്നതിനാൽ, അത് പ്രത്യേകിച്ച് വിദേശത്തോ പരദേശത്തോ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ സാധ്യത കാണുന്നതിനാൽ വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുക. എല്ലാ പ്രവൃത്തിയിലും ശ്രദ്ധ വെച്ച് മുമ്പോട്ട് പോകുന്നത് തൊഴിൽ സ്ഥിരതയ്ക്ക് വളരെയധികം സാധ്യത നൽകുന്നതാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അല്ലെങ്കിൽ വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പല മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ആൺമക്കളെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ടാകുന്നൊരു ദിവസമായിരിക്കുമെന്ന്. മക്കൾക്ക് ചില ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അനുസരണക്കേട് കൊണ്ടുണ്ടാകുന്ന ചില വൈഷമ്യങ്ങളോ ഒക്കെ അലട്ടിയേക്കാവുന്നൊരു ദിവസമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിലൂടെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നു ചേരാവുന്നതാണ്. ദാനം ചെയ്യാനായിട്ട് കരുതി വയ്ക്കുക. ഇന്ന് നിങ്ങൾ ദാനം കൊടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ പല അനിഷ്ട സംഭവങ്ങൾക്കും പരിഹാരമായി കാണുന്നു. ദാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വിശക്കുന്ന വയറിനും തീരെ ആരോഗ്യമില്ലാത്തവർക്കും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മാത്രമാണ് ദാനം കൊടുക്കേണ്ടത്. 5 ഉണ്ട് 6-മതുണ്ണാനിരിക്കുന്നവർക്കല്ല ഭക്ഷണം കൊടുക്കേണ്ടത്. അതായത് നിറവുള്ളവർക്കല്ല, കുറവുള്ളവർക്കാണ് ദാനം കൊടുക്കേണ്ടത്. അപ്രകാരം ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു മാറുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമായിരിക്കും. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കേസുകളും വഴക്കുകളും ഒക്കെ തീർക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് ഇന്ന് തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ദിവസമായി ഇവർ കാണുന്നു. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും ഏത് കാര്യവും പലവട്ടം ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ സ്വന്തക്കാർക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടതായി വരികയും അവരിൽ നിന്ന് അതിലൊരു പോരായ്മ കണ്ടെത്തി പഴി കേൾക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ വിവാഹാധികാരികൾക്ക് മറ്റുള്ളവരുടെ വിവാഹാധികാരികൾക്ക് മുൻകൈ എടുക്കാതിരിക്കുക. സ്വന്തം വിവാഹാധികാരികൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ ഏഴരശനിക്കാലം നിലനിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായി വലിയ വലിയ വീഴ്ചകളുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും സമയത്ത് നടക്കാൻ സാധ്യതയില്ല. ഏഴരശനിക്കാലത്ത് നിക്ഷേപകർക്കൊക്കെ നഷ്ടം വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ വലിയ വലിയ തൊഴിൽ ചെയ്യുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. എല്ലാ വിഭാഗക്കാർക്കും ഇത്തരത്തിലൊരു ഫലമാണ് അനുഭവിക്കാൻ സാധ്യത കാണുന്നത്. അതേപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് മാനസികോല്ലാസം നഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
പൂരിട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില മാനസിക സംഘർഷങ്ങൾ, ജോലിഭാരം മൂലം ഉണ്ടാകുന്ന ചില ക്ഷീണം, ശാരീരിക ക്ലേശമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും വളരെ സന്തോഷമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും അടുപ്പം തോന്നുന്ന വ്യക്തി, ഏറ്റവും വിശ്വസ്തമായ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് ഒരു പെരുമാറ്റം ഉണ്ടാവുകയും അതുമൂലം മനക്ലേശമുണ്ടാവുകയും ആത്മവിശ്വാസം കുറയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുമായി ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. വാഹനം വാങ്ങാനും വാഹനം വിൽക്കാനുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതുപോലെ അതിർതർക്കങ്ങളോ വസ്തു സംബന്ധമായ പ്രതികൂലമായ കാര്യങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് അത് അനുകൂലത്തിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. വാഹനം വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതാണ്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഏതെങ്കിലും സ്ഥാനം ലഭിക്കാനും അതേപോലെ അനുകൂലമായ ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ജോലിഭാരം കൂടുതലാണെങ്കിലും അനായാസേന പല പ്രശ്നങ്ങൾക്കും, സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.